ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് മുന്നോടിയായി മക്കയിലേക്കുള്ള പ്രവേശനത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സൗദി അറേബ്യ. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ 13 മുതലാണ് ഈ നിയമങ്ങൾ നിലവിൽ വന്നത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് മുന്നോടിയായി മക്കയിലേക്കുള്ള പ്രവേശനത്തിന് ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളാണ് സൗദി അറേബ്യ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ 13 മുതലായിരുന്നു ഈ നിയമങ്ങൾ നിലവിൽ വന്നത്. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി കൊണ്ടാണ് ഈ ഒരു പുതിയ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചത്. ഏപ്രിൽ 13 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ഉത്തരവ് പ്രകാരം ഔദ്യോഗിക ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്ത ആർക്കും മക്ക നഗരത്തിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. ഹജ്ജ് പെർമിറ്റ് കൈവശമുള്ളവർ, മക്കയിൽ താമസരേഖയുള്ളവർ, അല്ലെങ്കിൽ നഗരത്തിനുള്ളിൽ ജോലി ചെയ്യുന്നതിനുള്ള ഔദ്യോഗിക അനുമതി പത്രമുള്ളവർ എന്നിവർക്ക് മാത്രമേ പ്രവേശന കവാടങ്ങൾ അടയ്ക്കാൻ അനുവാദമുള്ളൂ. ടൂറിസ്റ്റ് വിസയിലോ മറ്റ് സന്ദർശക വിസയിലോ എത്തുന്നവർക്ക് ഈ കാലയളവിൽ മക്കയിലേക്ക് പ്രവേശനം നിഷേധിക്കും. ഹജ്ജ് ഒരുക്കങ്ങൾ സുഗമമാക്കുന്നതിന് ഉംറ വിസകൾ അനുവദിക്കുന്നത് സൗദി ഭരണകൂടം താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചു. നിലവിൽ ഉംറ വിസയിൽ രാജ്യത്തുള്ളവർ ഏപ്രിൽ 18-നകം നിർബന്ധമായും സൗദി അറേബ്യ വിടേണ്ടതുണ്ട്. നിശ്ചിത സമയപരിധിക്ക് ശേഷവും രാജ്യത്ത് തുടരുന്നവർ വിസ നിയമ ലംഘനത്തിന് കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നവർക്ക് കനത്ത പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷകളാണ് കാത്തിരിക്കുന്നത്. പിടിക്കപ്പെടുന്നവർക്ക് നിശ്ചിത വർഷത്തേക്ക് സൗദിയിൽ പ്രവേശന വിലക്കം ഏർപ്പെടുത്തും. തീർത്ഥാടകരുടെ നിരക്ക് നിയന്ത്രിക്കാൻ നുസക് ഡിജിറ്റൽ സംവിധാനം ഇത്തവണ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുമുണ്ട്. ഡിജിറ്റൽ പെർമിറ്റുകൾ വഴി തീർത്ഥാടകരുടെ നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കാനും അനധികൃത പ്രവേശനം തടയാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. ഫെബ്രുവരി 8 മുതൽ തന്നെ ഹജ്ജ് വിസകൾ അനുവദിച്ചു തുടങ്ങിയിരുന്നു. ഏപ്രിൽ 18 മുതൽ ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം മക്കയിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 1.8 ദശലക്ഷത്തിലധികം ആളുകൾ ഹജ്ജ് നിർവഹിച്ചുവെന്നാണ് കണക്ക്. ഇത്തവണ അതിലധികം തീർത്ഥാടകരെത്താൻ സാധ്യതയുള്ളതിനാലാണ് ക്രമീകരണങ്ങൾ നേരത്തെയാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.